Good evening, sir. Yes, good evening. Good evening, sir. Yes, good evening. How are you? Fine, sir. Very good, very good. ആറുപേരെ ആയിട്ടുള്ളല്ലോ. Yes. പന്ത്രണ്ട് പേരായല്ലേ, ആരംഭിക്കാലോ. What do you say? Yes, sir. തുടങ്ങാം. ഓക്കെ 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 ഓക്കെ. അപ്പൊ പുതിയ ടൈം ടേബിള് തന്നിട്ടുള്ളതനുസരിച്ച് ഇനി ബുധനാഴ്ച ദിവസങ്ങളിലാണ് നിങ്ങളുടെ ക്ലാസ് പറഞ്ഞു വെക്കുന്നതെന്ന് തോന്നുന്നു. ബുധനാഴ്ച അല്ലേ? അത് നിങ്ങൾക്ക് തരുമായിരിക്കും പുതിയ ടൈം ടേബിൾ. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് ക്ലാസ് ഇട്ടിരിക്കുന്നത് ബുധനാഴ്ചയാണ്. ഓക്കെ Okay. ഓക്കെ. യെസ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, നിങ്ങളൊന്നും മറന്നിട്ടുണ്ടാകില്ല എന്നുള്ളത് എനിക്കറിയാം. എന്നാലും എൻ്റെ ഒരു ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് പാർട്ടിസിപ്പിളിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പാർട്ടിസിപ്പിളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പാർട്ടിസിപ്പിളിനെ രണ്ടായിട്ട് വിഭജിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നിനെ നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും അടുത്തതിനെ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നും പറയുമെന്ന് പറഞ്ഞു. അതില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളത് തൽക്കാലം നമുക്ക് എടുത്ത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന വിഷയം നമ്മൾ എടുത്തു. പ്രസന്റ് പാർട്ടിസിപ്പിളിനെ ING പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന വേറൊരു പേരിലൂടെ അറിയപ്പെടും എന്നുകൂടി നമ്മൾ പറഞ്ഞു. ING പാർട്ടിസിപ്പിൾ, ING ഉപയോഗിച്ച് വരുന്നതെല്ലാം പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു. അങ്ങനെ വരുന്ന വാക്കുകൾ ഒന്നുകിൽ അഡ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ വെർബായിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അഡ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ വെർബായിട്ട്. അപ്പൊ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു നാമത്തെ, സ്ഥലത്തെ അങ്ങനെ വിശേഷിപ്പിക്കുന്നതിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തി, അതിനെയാണ് വെർബ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ശരിയല്ലേ? ഓക്കെ. ഏതാണ്ടൊരു ഓർമ്മ കിട്ടണമല്ലോ, ഫുൾ ഓർമ്മ കിട്ടണമല്ലോ. ഏതാണ്ടൊരു ഓർമ്മ കിട്ടണില്ലേ? ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞതെന്നുള്ളൊരു ഓക്കെ 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 ഓക്കെ. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ പിന്നെ എടുക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് എടുക്കാം, ഇന്ന് നമുക്ക് എടുക്കാം. പക്ഷെ അതിന്റെ കൂടെ ഈ ING വന്നതുകൊണ്ട് നമുക്ക് അത് വേറൊരു സംഗതി കൂടി ഇതിനകത്തുണ്ട്. അതിനെക്കുറിച്ച് കൂടി നമുക്കൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിളിലോട്ട് പോകാം. അതിനെ പറയുന്ന പേരാണ് ജെറണ്ട്. GERUND. ഈ യൂണിറ്റ് 12 തന്നെ ഉള്ളതാണ്. അപ്പോ ജെറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ING തന്നെയാണ്. അപ്പൊ നിങ്ങൾക്കൊരു പക്ഷേ ഒരു കൺഫ്യൂഷൻ തോന്നാം. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോഴും ING ആണ് ഉപയോഗിക്കുന്നത്, ഇവിടെ ജെറണ്ട് എന്ന് പറയുമ്പോഴും
ING തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത് എന്ന് സംശയം തോന്നും. അപ്പൊ അങ്ങനെ സംശയം തോന്നുന്നവരോട് ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് ING ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അത് ഒന്നുകിൽ അഡ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ വെർബായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇവിടെ നമ്മൾ ജെറൻഡിൽ ING ഉപയോഗിക്കുമ്പോൾ അത് വേറൊരു മോഡലാണ്, വേറൊരു സംഗതിയാണ്. അപ്പൊ അത് എന്താണ് എങ്ങനെയൊക്കെയുള്ള കാര്യം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, യെസ്, ഞാനൊരു വാചകം പറയാം, നിങ്ങൾ അതൊന്ന് എഴുതി. നേരത്തെ എഴുതിയ വാചകമാണ്, എന്നാലും ഒന്ന് എഴുതി. ഒറ്റ വാചകം ഇപ്പൊ കണക്ട് ചെയ്ത് നമുക്ക് സമയം കൊടുക്കും. I read READ. I read a വേണ്ട, ആൻഡ് മതി. I read an interesting 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 story STORY story. ഓക്കെ, എഴുതിയോ? കാണുന്നത് വിശ്വസിക്കുന്നു. I read an interesting story. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സംഗതിയിൻ്റെ അത് നമുക്ക് നോക്കാം. I സബ്ജക്റ്റ് ആണ്, റെഡ് വെർബാണ്. I read സ്റ്റോറി എന്ന് പറഞ്ഞാൽ മതി. ആ സ്റ്റോറിയെ ഒന്നുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. അഡ്ജക്റ്റീവ് ചേർത്തു. എന്ത് ചേർത്തു? ING ഉള്ള അഡ്ജക്റ്റീവ് ചേർത്തു. ഇൻട്രസ്റ്റിംഗ്. ഉണ്ടാവും ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അഡ്ജക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിച്ചു. അതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ? സംശയമില്ല. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് മനസ്സിലാക്കുക. അതായത് ഇനി നമ്മൾ വേറൊരു സംഗതി പഠിക്കാൻ പോയി. ഓക്കെ, അപ്പൊ I read an interesting story എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ആ ING വരുന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ടാണ്. ഇനി ഇതിൻ്റെ അകത്ത് I read an interesting story എന്ന് പറയുമ്പോൾ I എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. I, ഞാൻ, ഒരു വ്യക്തിയുടെ പേര്. അപ്പൊ അതിന് നമുക്ക് എന്ത് പറയാം? നൗൺ എന്ന് പറയാം. ഇനി റെഡ്, റീഡ് പ്രസന്റ് ടെൻസ്, റെഡ് അതിന്റെ പാസ്റ്റ് ടെൻസ്, അത് വെർബ് എന്ന് പറയാം. അപ്പൊ അതിന്റെ അടിയിൽ ബി എന്നുണ്ടാവും, വെർബ്. I എന്നുള്ളത് സബ്ജക്റ്റ് ആണ്. അപ്പൊ അതൊരു വ്യക്തി, ഞാൻ എന്ന് പറയുമ്പോൾ എൻ, നൗൺ അടിയിലുണ്ടാവും. റീഡ്, സ്റ്റോറി, കഥ, അതും ഒരു സംഗതിയാണ്. സ്റ്റോറി, ഒരു കഥ. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം? നൗൺ എന്ന് പറയാം. അതിനെ നമുക്ക് നൗൺ എന്ന് പറയാം. ഇൻട്രസ്റ്റിംഗ് എന്നുള്ളത് ആ കഥയെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം? അഡ്ജക്റ്റീവ് എന്ന് പറയാം. അപ്പൊ നോക്കിയേ, ഈ സെന്റൻസിൽ സബ്ജക്റ്റ് ഉണ്ട്, സബ്ജക്റ്റിന് നൗൺ ഉണ്ട്, രണ്ട് നൗൺ ഉണ്ട്. ഐയും വന്നിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ സ്റ്റോറിയും വന്നിട്ടുണ്ട്. രണ്ട് നൗൺ ഉണ്ട്, രണ്ട് നൗണാണ്. ഒന്ന് ഒബ്ജക്റ്റും ഒന്ന് സബ്ജക്റ്റും ഒക്കെ വന്നിട്ടുണ്ട്. രണ്ട് നൗണാണ്, രണ്ട് ഒന്ന് ഞാൻ, അടുത്ത കഥ. ഓക്കെ, പിന്നെ വെർബ് ഉണ്ട്. ഈ റെഡ് എന്ന് പറഞ്ഞ വെർബ് ഉണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ING ചേർത്ത് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ളത്. ഈ ജെറണ്ട് എന്ന് പറയുമ്പോൾ ഈ നൗണില്ലേ, നൗണിന് പകരം ഉപയോഗിക്കണം. ING ഉള്ള വാക്ക് നൗൺ ആയിട്ട് ഉപയോഗിക്കണം. ഇതിനെയാണ് ജെറണ്ട് എന്ന് പറയുന്നത്. ING ഉള്ള വാക്ക് നൗൺ ആയിട്ട് ഉപയോഗിക്കുക, അതിനെയാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ING ഉള്ള വാക്ക് അഡ്ജക്റ്റീവ് ആയിട്ടോ വെർബ് ആയിട്ടോ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്ന പേര് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും, ING ഉള്ള വേർഡ് നൗൺ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ ജെറണ്ട് എന്നുമാണ് പറയുന്നത്. പിടികിട്ടിയോ? എക്സാമ്പിൾ അത് നമുക്ക് അങ്ങോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, പഠിക്കുന്നത്. അതൊക്കെ എക്സാമ്പിളൊക്കെ പറയുന്നത് അത് സംഗതി പിടികിട്ടിയോ? അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞപ്പോ ING ഉള്ള വാക്ക് ഒന്നില്ലെങ്കിൽ വെർബായിട്ട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഇത് രണ്ടുമല്ലാതെ നൗൺ ആയിട്ട് ഉപയോഗിക്കണം.
ആ അങ്ങനെ നൗണായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജെറണ്ട്. ഓക്കെ 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 ഓക്കെ. ഇനി ഞാൻ ഒരു സംഗതി പറയാം. നോക്കിയേ, ഒരാളുടെ പേര് പറയുന്നത് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. രമണി, അങ്ങനെ പേരുള്ള ആരും അതില്ലല്ലോ. യെസ്, കുഴപ്പമില്ല. അപ്പൊ ഒരു വാചകം ഇത്, രമണി, നമുക്ക് കളിയാക്കി പറയണേ, രമണി ഈസ് ഡേഞ്ചറസ്. രമണി ഈസ് ഡേഞ്ചറസ്. അപ്പൊ നോക്കി, രമണി അതൊരാളുടെ പേരാണ്, അതൊരു നൗണാണ്. ഈസ് ആകുന്നു, അതൊരു വെർബാണ്. അപ്പൊ ആദ്യത്തെ നൗണാണ്, പിന്നത്തെ വെർബാണ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം എന്താകുന്നു? ഡേഞ്ചറസ് ആകുന്നു. അത് ഒരു അജക്റ്റീവാണ്. അജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അപകടകരമായ, രമണിയെ വിശേഷിപ്പിക്കുകയാണ്. രമണി എങ്ങനെയുള്ള ഒരാളാണ്? അപകടമുള്ള ഒരാളാണ്. അപ്പൊ അത് അജക്റ്റീവാണ്. ഓക്കെ, അപ്പൊ രമണി ഈസ് ഡേഞ്ചറസ് എന്ന് പറയുമ്പോൾ രമണി എന്ന് പറയുന്നത് നൗണാണ്. ഈസ് എന്ന് പറയുന്നത് എന്താണ്? വെർബാണ്. ഡേഞ്ചറസ്, അപകടകാരിയാണ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ്. രമണിയെ എങ്ങനെയുള്ളതാണ് രമണി? രമണി അപകടകാരിയാണ്. രമണിയെ വിശേഷിപ്പിക്കുന്നത് അത് അഡ്ജക്റ്റീവാണ്. ഓക്കെ, ഈ വാചകം തന്നെ ഞാനൊന്ന് സ്റ്റൈല് മാറ്റിയാണ്. ആ ഡേഞ്ചറസ് എന്നുള്ളത് വെറുതെ ഒന്ന് ഒറ്റ വരി വെട്ടിയിട്ട് അതിന്റെ മുകളില് നമ്മൾ വേറൊരു വാക്ക് ചേർക്കുന്നു, ഇൻജൂറിയസ്. INJURIOUS, ഇൻജൂറിയസ്. രമണി ഈസ് ഇൻജൂറിയസ്. രമണി എന്താണ്? രമണി അപകടകാരിയാണ് തന്നെയാണ്. ഇൻജൂറിയസ് എന്ന് പറഞ്ഞാൽ അപകടകാരിയാണ്. അപ്പൊ സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺ എന്നുള്ളത് രമണിയാണ്. ഈസ് ഉണ്ട്, ഇൻജൂറിയസ് എന്ന് പറഞ്ഞ വെർബ് ഉണ്ട്. അപ്പൊ ഡേഞ്ചറസ് മാറ്റിയിട്ടാണ് നമ്മൾ ഇൻജൂറിയസ് എഴുതിയത്, INJURIOUS. ഇനി ആ രമണി എന്നുള്ളത് നമ്മളൊന്ന് വെട്ടിയിട്ട് അതിന്റെ മുകളില് സ്മോക്കിംഗ് എന്ന് എഴുതുന്നുണ്ട്, SMOKING, സ്മോക്കിംഗ്. പുകവലി, സബ്ജക്റ്റ് പറയാം, പുകവലി ഈസ് ഇൻജൂറിയസ്, അത് അപകടകരമാണ്. ഓക്കെ, നമ്മൾ ഉപയോഗിച്ച സബ്ജക്റ്റ് എന്താണ്? പുകവലി. അതിൻ്റെ അകത്ത് ING വന്നേക്കണ കണ്ട, സ്മോക്കിംഗ് ഇസ്. ഇതാണ് ജെറണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് സബ്ജക്ട്, ING ഉപയോഗിക്കുന്ന വാക്ക് സബ്ജക്റ്റ് ആയിട്ട് വരും. ഇതായിട്ട് വരണം, സബ്ജക്റ്റ് ആയിട്ട് വരണം. അപ്പൊ ജസ്റ്റ് പിടികിട്ടിയോ? ഓക്കെ. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ്. ഞാൻ മുഴുവൻ പറയുകയാണെങ്കിൽ നമ്മുടെ സിഗരറ്റ് പാക്കറ്റിന്റെ കവറിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, പുകവലിക്കുന്നത് ആരല്ല? സ്മോക്കിംഗ്, പുകവലി. പുകവലിക്കാന്നല്ല, പുകവലി, അത്രേ ഉള്ളൂ. ഒരു വിഷയം പറയാണ്, പുകവലി ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അപ്പൊ ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പൊ ഇവിടെ ING ഉള്ള വേർഡ് നമ്മൾ എന്തായിട്ട് ഉപയോഗിച്ചു? നൗണായിട്ട്. അതിന് പറയുന്ന പേരാണ് അനഘ ജെറണ്ട് എന്ന് പറയുന്നത്, GERUND. അപ്പൊ ഞാൻ പാസ്റ്റ് പാർട്ടിസിപ്പിളോട് കടന്നിട്ടില്ല. അത് കടക്കാതെ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ING ഉള്ളതിന്റെ പേരിൽ അതും കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ ജെറണ്ട് എന്നുള്ളത് ഇനി മറന്നു പോകും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ING വരുന്ന സബ്ജക്റ്റ് വരുന്ന വാചകം പറയാൻ പറ്റുമോ? Playing is a good exercise.
വെരി ഗുഡ്. പ്ലേയിങ് ഈസ് എ ഗുഡ് എക്സസൈസ്. കണ്ട, ഗെയിം കളിക്കുന്നത് ഈസ് എ ഗുഡ് എക്സസൈസ്. നല്ല എക്സസൈസ് ആണ്. ആരാണ് പറഞ്ഞത്? അനഘ. വെരി ഗുഡ്, വെരി ഗുഡ്, നന്നായിട്ടുണ്ട്, വെരി ഗുഡ്. പ്ലേയിങ് കണ്ട, പ്ലേ കളിക്കുക. ഇവിടെ ഈ പ്ലേയിങ് കളിക്കൽ, കളിക്കൽ ഈസ് എ ഗുഡ് എക്സസൈസ്. ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും? കുക്കിംഗ് ഈസ് മൈ ഹോബി. കുക്കിംഗ് ഈസ് മൈ ഹോബി. ഭക്ഷണം പാകം ചെയ്യൽ. അപ്പൊ ഞാൻ വിചാരിച്ച പോലെയല്ലോ, ഞാൻ വിചാരിച്ചത് നിങ്ങൾ പറയൂലെന്നാണ്. വേറെ ലെവലാണ് നിങ്ങൾ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ. ഓക്കെ ഓക്കെ. കുക്കിംഗ് ഈസ് മൈ ഹോബി. വെരി ഗുഡ്. അതാ ഈ കുക്കിംഗ്, കുക്ക് എന്നുള്ള കുക്കിംഗ് ഭക്ഷണം പാകം ചെയ്യൽ. ഭക്ഷണം പാകം ചെയ്യുക എന്നായത് കുക്കാണ്. ഭക്ഷണം പാകം ചെയ്യൽ ഈസ് മൈ ഹോബി. വെരി ഗുഡ്, വെരി ഗുഡ്. ജസ്റ്റ് ഓക്കെ. ഇനി ഓരോരുത്തരും ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഡാൻസിങ് ഈസ് മൈ പാഷൻ. ഒന്നുകൂടി പറഞ്ഞേ. ഡാൻസിങ് ഈസ് മൈ പാഷൻ. ഓക്കെ, ഭാവന കറക്റ്റ് ആണ്. ഡാൻസിങ് ഈസ് മൈ പാഷൻ. ഡാൻസ് ചെയ്യുന്നത് എൻ്റെ ഒരു പാഷനാണ്, ഒരു ആഗ്രഹമാണ്, ഇഷ്ടമാണ്, അഭിലാഷമാണ്. ഡാൻസിങ് ഈസ് മൈ പാഷൻ. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. ശരിയാണ് ശരിയാണ് ശരിയാണ്. യെസ്, അടുത്തത്. ടീച്ചിങ് ഈസ് മൈ അംബിഷൻ. വെരി ഗുഡ്. ടീച്ചിങ് ഈസ് മൈ അംബിഷൻ. പഠിപ്പിക്കുന്നത് എൻ്റെ അംബിഷൻ. അംബിഷൻ ആഗ്രഹമല്ല, ലക്ഷ്യമാണ്. ടീച്ചിങ് ഈസ് മൈ അംബിഷൻ. ഓക്കെ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല നല്ല സെന്റൻസ്. ഓക്കെ ഓക്കെ. യെസ്, ഓക്കെ. ഇനി ജോഗിങ് ഈസ് എ ഹെൽത്തി ഹാബിറ്റ്. ഒന്നുകൂടി പറഞ്ഞേ. ജോഗിങ് ഈസ് എ ഹെൽത്തി ഹാബിറ്റ്. ഓക്കെ, ജോഗിങ് ഈസ് എ ഹെൽത്തി ഹാബിറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ജോഗിങ് ഈസ് എ ഹെൽത്തി ഹാബിറ്റ്. ശരിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. ഇനി ഞാൻ വേണമെങ്കിൽ 2 വാചകം നിങ്ങളോട് പറയാം. ആ 2 വാചകങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒറ്റ സെന്റൻസ് ആക്കണം, ING ഉപയോഗിച്ചു. അപ്പൊ അത് പറ്റുമോ നോക്കിയേ. ഞാനൊരു വാചകം പറയാം. ഒന്നാമത്തെ വാചകം. The thief, THIEF, the thief heard, HEARD, heard a noise. A noise. Full stop ഇട, full stop. അടുത്ത വാചകം. He ran away. He ran away. ഓക്കെ, ഇതൊരെണ്ണം ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ശ്രദ്ധിക്കും. ആ വാചകം നോക്കിട്ട് നോക്കി. The thief, കള്ളൻ, heard, കേട്ടു, a noise, ഒരു ശബ്ദം കേട്ടു. അത് ഒരു വാചകം. He, അവൻ. ഈ അവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കള്ളൻ തന്നെയാണ്. ഇപ്പൊ രണ്ടാമത് കള്ളൻ എന്ന് പറയാതെ വീണ്ടും അയാൾ കള്ളനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ അവൻ എന്ന് പറഞ്ഞു. അതിനെ പറയുന്ന പേരാണ് പ്രോനൗൺ. ആദ്യം ഒരു പ്രാവശ്യം പേര് പറയുകയും പിന്നെ അവനെന്നോ അവളെന്നോ ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാല് നമുക്കത് അതിന് പറയുന്ന പേരാണ് പ്രോനൗൺ, നൗണിന് പകരം നിൽക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ വാചകത്തില് അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കള്ളൻ തന്നെയാണ്, തീഫ് തന്നെയാണ് കേട്ടോ. ഹി, അവൻ ഓടിപ്പോയി. അപ്പൊ നമുക്ക് സെന്റൻസിലോട്ട് വരാം. കള്ളൻ ഒരു ശബ്ദം കേട്ടു, അവൻ ഓടിപ്പോയി. അപ്പൊ ഈ 2 സെന്റൻസുകളെ നമുക്ക് എന്താക്കിയാണ്? ഒരു സെന്റൻസ് ആക്കി മാറ്റുകയാണ്. 2 സെന്റൻസുകളെ നമ്മൾ ഒരു സെന്റൻസ് ആക്കി മാറ്റുകയാണ്. എന്താണ്? ശബ്ദം കേട്ടത് കൊണ്ട് കള്ളൻ ഓടിപ്പോയി. അങ്ങനെ ആക്കണം. ശബ്ദം കേട്ടത് കൊണ്ട് കള്ളൻ ശബ്ദം കേട്ടു, അവൻ ഓടിപ്പോയി എന്നുള്ളത് നമ്മൾ ശരിയാക്കി ഒരു സെന്റൻസ് ആക്കുമ്പോൾ ശബ്ദം കേട്ടത് കൊണ്ട് കള്ളൻ ഓടിപ്പോയി. അപ്പൊ കേട്ടത് കൊണ്ട് ഹിയറിങ്. എന്ത്? ഹിയറിങ് എ നോയിസ്. ശബ്ദം കേട്ടത് കൊണ്ട് അവൻ ഓടിപ്പോയി. അവൻ എന്ന് പറയുമ്പോ ഹിയറിങ് എ നോയിസിൽ കള്ളന് വന്നിട്ടില്ല. അപ്പൊ ആ ഹി എന്നുള്ളതിന് പകരം ആ തീഫ് തന്നെ അവിടെ വെക്കാം. തീഫ് റൺ അവേ, കള്ളൻ ഓടിപ്പോയി. ഹിയറിങ് ദ നോയ്സ്
The thief run away. മനസ്സിലാവുകയുണ്ടോ? മനസ്സിലാവുകയുണ്ടോ ഈ എക്സാമ്പിൾ ചെയ്തത്? എന്താ കാര്യമില്ലാത്തത്? സർ റാനവേ എന്നുള്ളത് റണ്ണവേ ആയോ? ഇല്ല ഇല്ല ഇല്ല, അത് തന്നെ, അത് തന്നെയാണോ? അത് തന്നെ, അത് തന്നെ. റാനാണ്. രണ്ടും പാസ്റ്റ് ടെൻസ് ആണ്. നോക്കി. The thief heard. കേട്ടു, പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞു പോയി, അപ്പൊ ഓടിപ്പോയി എന്നുള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത നല്ലൊരു വേറെ സെന്റൻസ് പറയാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. നോക്കി, ഇത് നമ്മുടെ ഇതിനകത്തുള്ളത് തന്നെയാണ്. I felt 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 pity 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 for the beggar BEGGAR beggar. ഫുൾ സ്റ്റോപ്പ് ഇടാം. ഒരു സെന്റൻസ് കഴിഞ്ഞു. രണ്ടാമത്തെ സെന്റൻസ്, I gave her some money MONEY money. ഓക്കെ, ഞാൻ ആ സെന്റൻസിന്റെ അർത്ഥം പറയാം. I felt എനിക്ക് തോന്നി, പിറ്റി ദയ തോന്നി. ആരോട്? ബഗർ, ആ യാചകയായ സ്ത്രീയോട് എനിക്ക് ദയ തോന്നി. ഒരു സെന്റൻസ്. എന്റെ അർത്ഥം നോക്കി, I gave her ഞാൻ അവൾക്ക് കൊടുത്തു. എന്ത് കൊടുത്തു? some money കുറച്ച് പൈസ കൊടുത്തു. ഈ രണ്ട് സെന്റൻസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ പറഞ്ഞ ജെറൻഡ് മോഡലില് നമ്മൾ ഒറ്റ സെന്റൻസ് ആക്കി മാറ്റുന്നു. അപ്പൊ അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് സമയം തരാം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ദയ തോന്നിയത് കൊണ്ട്, ബെക്കറിനോട് ദയ തോന്നിയത് കൊണ്ട് ഞാൻ അവൾക്ക് കുറച്ച് പൈസ കൊടുത്തു. കിട്ടോ നോക്കി. തെറ്റാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് റെഡിയാക്കി. അതൊക്കെ പറഞ്ഞോളൂ. Feeling pity on the beggar, I gave some money. വെരി ഗുഡ്. റണ്ണവേ എന്നാണ്. എന്താണ് പറഞ്ഞത്? Feeling pity on the beggar, I gave some money to her. Okay. I gave her some money. Very good, Anika. Very good. Okay, very good. ഇനി അടുത്ത ഫീലിംഗ് പിറ്റി ഐ ഗേവ് സം മണി ടു ദ ബഗർ. അതിനകത്ത് വേറെ ഒരു കാര്യം കൂടി വേണം. ഫീലിംഗ് പിറ്റി ദയ തോന്നിയത് കൊണ്ട് എന്ന് പറഞ്ഞു. ആരോട് ദയ തോന്നിയത് കൊണ്ട്? ബഗർ. അപ്പൊ അതും കൂടി അവിടെ ചേർത്ത്. ഫീലിംഗ് പിറ്റി ഫോർ ദ ബഗർ ഐ ഗേവ് സം മണി. I gave her some money. Okay. ശരിയാണ്. Okay. കറക്റ്റാ. യെസ്. പറയൂ. Giving some money for the beggar because I felt pity. ഗിവിംഗ്, അതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന്, ഗിവിംഗ് സമ്മണി. അപ്പൊ ഞാൻ പൈസ കൊടുത്തത് കൊണ്ട് എന്ന് ആദ്യം. പൈസ കൊടുത്തത് കൊണ്ട് എന്ന് വരുമ്പോ ഒരു കല്ല് കടിക്കുന്ന പോലെ തോന്നില്ല. പൈസ കൊടുത്തത് കൊണ്ടല്ല, എന്ത്, എനിക്ക് ദയവ് തോന്നിയത് കൊണ്ടെന്നാണ്. ഗിവിംഗ് വരുമ്പോ കൊടുത്തത് കൊണ്ട് നയിപ്പോ. അപ്പൊ അത് ഒരു പറയുമ്പോ ഒരു അർത്ഥ വ്യത്യാസം വരും. അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല, ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ദയ തോന്നിയത് കൊണ്ട് ഞാൻ അവൾക്ക് എന്ത് ചെയ്തു? കുറച്ച് പൈസ കൊടുത്തു. I gave her some money. യെസ്. അപ്പൊ അതുപോലെ കറക്റ്റ് ചെയ്ത് എഴുത്. നോക്കിയാൽ നമുക്ക് അപ്പൊ രണ്ട് വാചകവും, ഞാൻ ആദ്യം പറഞ്ഞ വാചകവും രണ്ടാമത് പറഞ്ഞ വാചകവും നിങ്ങൾ നോക്കി. ആദ്യം പറഞ്ഞ വാചകം the thief heard a noise. ആ കേട്ടത് കൊണ്ട്,
അപ്പൊ അതിന്റെ പ്രസന്റൻസ് എടുത്തിട്ട് അതിന്റെ കൂടെ ഐ എൻ ജി എടുത്തു. ഹിയർ എന്ന് എഴുതിയിട്ട് ഐ എൻ ജി എടുത്ത് ഹിയറിംഗ്. ഇവിടെ രണ്ടാമത്തെ വാചകത്തിന് ഐ ഫെൽറ്റ് പിറ്റി. ആ ഫെൽറ്റ് എന്നുള്ളതിന്റെ പ്രസന്റൻസ് എടുത്തു ഫീൽ, അതിന്റെ കൂടെ ഐ എൻ ജി എടുത്തു ഫീലിംഗ്. ഐ എൻ ജി എപ്പോഴും പ്രസന്റ് ടെൻസിനെ കൂടിയേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ കൂടെ പ്രസന്റ് ടെൻസ് എടുത്ത് ഫീലിംഗ് പിറ്റി, ദയ തോന്നിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഐ ഗേവ് ഹെർ സം മണി. ഇനി ഒന്ന് പറയാൻ, വിശപ്പ് തോന്നിയത് കൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചു. വിശപ്പ് തോന്നിയത് കൊണ്ട്, വിശപ്പ് എന്നുള്ളത് എന്താണ്? ഹങ്കർ. ഹങ്കർ. ഐ ടുക്ക് മൈ ഫുഡ്, ഞാൻ എന്റെ ഭക്ഷണം കഴിച്ചു. ഓക്കെ 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 ഓക്കെ. ഇനി ഒരെണ്ണം കൂടി ഞാൻ പറയാം. ഷീ റിയലൈസ്ഡ്, REALISED, realized her mistake, full stop. അടുത്ത വാചകം, she apologized, APOLOGIZED, apologized to her father, FATHER. ഈ ഞാൻ ആ വാചകം ഒന്നുകൂടി പറയാം. ഷീ റിയലൈസ്ഡ് ഹെർ മിസ്റ്റേക്ക്, അവളുടെ തെറ്റ് മനസ്സിലാക്കി, ഒരു വാചകം. രണ്ടാമത്തെ എന്ത് ചെയ്തു? ഷീ അപ്പോളജൈസ്, അവൾ മാപ്പ് പറഞ്ഞു. ടു ഹെർ ഫാദർ, അവളുടെ അച്ഛനോട് അവൾ മാപ്പ് പറഞ്ഞു. യെസ്. അപ്പൊ അവൾ തെറ്റ് മനസ്സിലാക്കി, അതുകൊണ്ട് അവൾ അച്ഛനോട് മാപ്പ് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇനി രണ്ട് സെന്റൻസുകളിലും കൂടി ഐ എൻ ജി ചേർത്ത് സബ്ജക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവളുടെ തെറ്റ് മനസ്സിലാക്കിയത് കൊണ്ട്. ഓക്കെ, എഴുതി. Realizing her mistake, she apologized to her father. Very good, Bhavana. Very good. Very good. Okay. 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 ഓക്കെ. ഇനി ആരെങ്കിലും? ഞാൻ പറയട്ടെ സർ. യെസ്, പറഞ്ഞോളൂ ഷീജ. Realizing her mistake, she apologized to her father. Very good. Very good. Okay. 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 Correct. Correct. Thank you, sir. Yes. ഇനി ആരെങ്കിലും? ജസ്ന? സാറേ ഇത് തന്നെയാണ് എഴുതിയേക്കണേ? അതന്നെയാണ് എഴുതിയേക്കണം. ഓക്കെ. 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 ഇത് നേരത്തെ സഭയെ ചോദിച്ചതുപോലെ ഇത് ഇങ്ങനെ അല്ലാതെ വേറെ രീതിയിൽ എഴുതാൻ പറ്റുമെന്ന് ആർക്കും തോന്നി അത് പറയാം, നമ്മൾ കറക്റ്റ് ചെയ്യാം. അപ്പോ ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ ലെസന്റെ യൂണിറ്റ് നമ്പർ 12ന്റെ ലാസ്റ്റ് ഭാഗത്ത് ഇതേപോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കണം. അപ്പൊ നിങ്ങളത് ഒന്ന് സ്വന്തമായിട്ടൊന്ന് വായിച്ചു നോക്കിയിട്ട് അത് ചെയ്യാൻ നോക്കാം. ഓക്കെ. അപ്പൊ ജെറൽ
നേരത്തെ ഞാൻ പറഞ്ഞ ഒന്നുകൂടി ക്രോഡീകരിക്കുകയാണ്. ING ചേർത്തിട്ട് നമുക്ക് പ്രസന്റ് പാർട്ടിസിപ്പിൾ എഴുതാം. അപ്പൊ ING ഒന്നില്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ വെർബായിട്ട് ഉപയോഗിക്കണം. അത് നൗൺ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിലാണ് അതിനെ ജെറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് എനി ഡൗട്ട്? ക്ലിയർ അല്ലേ? Yes, sir. ഓക്കെ 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 ഓക്കെ, ശരിയാണ്. അപ്പൊ ഇനി നമുക്ക് നേരത്തെ നമ്മളൊരു കഷ്ണം ഒരു സ്ഥലത്ത് ബാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതായത് പാർട്ടിസിപ്പിൾ രണ്ടായിട്ട് വിഭജിക്കാം. ഒന്നിനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും അടുത്തതിനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നും പറയും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ഈ ബാക്കിയുള്ള അരമണിക്കൂറിൽ നമ്മൾ ആ പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ആ പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ്, അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ ഒരു സൈഡിൽ പ്രസന്റ്, അടുത്ത സൈഡിൽ പാസ്റ്റ്, അടുത്ത സൈഡിൽ പാർട്ടിസിപ്പിൾ, 3 ഹെഡിങ് ഇന്ന് വിട്ടുവിട്ടായിരുന്നു. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഒരു സൈഡിൽ പ്രസന്റ്, അടുത്ത സൈഡിൽ പാസ്റ്റ്, അടുത്ത സൈഡിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, PP, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. കാരണം ഇതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. യെസ്, അപ്പൊ ഞാനൊരു വാക്ക് പറയാണ്, LOOK, ലുക്ക്. പ്രസന്റൻസിൽ അടിച്ചത് ലുക്ക്. ആ പറഞ്ഞതിന്റെ പാസ്റ്റ് ടെൻസ് എന്ത് വരും? looked, LOOKED, ലുക്ക്. അത് പാസ്റ്റ് ടെൻസിന്റെ അടിച്ചത്, പാസ്റ്റ് ടെൻസിന്റെ അടിച്ചത് LOOKED, ലുക്ഡ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ത് വരും? ലുക്ഡ് എന്ന് വരും, LOOKED. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ പ്രസന്റ് ടെൻസായ ലുക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കിട്ടാൻ വേണ്ടിയിട്ട് ED എന്നുള്ള വേർഡ് നമ്മൾ ചേർത്തു, അല്ലെ? ED, ഇയും ഡിയും ED നമ്മൾ ചേർത്തു. ഓക്കെ, ഇനി അടുത്ത വേർഡ് വരുന്നത് SAVE, സേവ്. രക്ഷിക്കുക എന്നാണ് SAVE, സേവ്. അതിന്റെ പാസ്റ്റ് ടെൻസ് പറയാമോ? saved, സേവ്. SAVED, സേവ്ഡ്, പാസ്റ്റിന്റെ അടിയിലെഴുത്. പാസ്റ്റ് പാർട്ടിസിപ്പിളും സേവ്ഡ് തന്നെയാണ്. അപ്പൊ SAVED തന്നെ എഴുതും. ഇനി നമ്മളിവിടെ നോക്കിയേ, ഇവിടെ നോക്കുമ്പോൾ സേവ് എന്ന് പറയുന്ന വേർഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കിട്ടാൻ D മാത്രം ചേർത്തു. ആദ്യത്തേൽ നമ്മൾ എന്താ ചേർത്തത്? ഇയും ഡിയും ചേർത്തു. ഇവിടെ നമ്മൾ എന്ത് ചേർത്തു? ലാസ്റ്റ് D മാത്രം ചേർത്തു. ഓക്കെ, അടുത്ത വേറൊരു വേർഡ് ഞാൻ പറയാണ്, SEND. D എന്ന് പറഞ്ഞാൽ ഡോഗ്, ഡോഗിന്റെ D, SEND. സെൻഡ് എന്ന് അർത്ഥം. എന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? send, സെൻഡ്. SENT, പാസ്റ്റ് ടെൻസ് SENT, ടാക്സ് എന്നുള്ളതിന്റെ T. പാസ്റ്റ് പാർട്ടിസിപ്പിളും SENT ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും SENT ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മള് സെൻഡ്, SEND, സെൻഡ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കിട്ടാൻ വേണ്ടിയിട്ട് T എന്ന് ചേർത്തു. എന്ത് ചേർത്തു? ലാസ്റ്റ് T എന്ന് ചേർത്തു. അടുത്തൊരു വാക്ക് ടേക്ക്, TAKE, ടേക്ക്. ടേക്ക്. അതിന്റെ പാസ്റ്റ് ടെൻസ് പറയാമോ? took, ടുക്ക്. വെരി ഗുഡ്, വെരി ഗുഡ്. ടുക്ക്, TOK, ടുക്ക്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറയാമോ? taken, വെരി ഗുഡ്. ടേക്കൻ, TAKEN. ടേക്ക്, ടുക്ക്, ടേക്കൻ. ടേക്ക്, ടുക്ക്, ടേക്കൻ. ടേക്ക്, ടുക്ക്, ടേക്കൻ. അപ്പൊ നോക്കിയേ, ടേക്ക് എന്ന് പറയുന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ല പാസ്റ്റ് പാർട്ടിസിപ്പിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്ത് ചേർത്തു? ഒരു N ചേർത്തു. N, TAKE. അവിടെ ഉണ്ട് ഒരു N ചേർത്തു. ഓക്കെ, ടേക്ക്, ടുക്ക്, ടേക്ക്. യെസ്.
ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പീക്ക്, SPEAK, സ്പീക്ക്. അടുത്ത അതിന്റെ പാസൻസ് പറയാമോ? സ്പീക്കിന്റെ പാസൻസ്. spoke, സ്പോക്ക്, SPOKE, സ്പോക്ക്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറയാമോ? spoken, spoken, സ്പോക്കൺ, സ്പോക്കൺ. ഓക്കെ, SPOKE, സ്പോക്കൺ. ഓക്കെ. ഇത്ര അവിടെ നിൽക്കട്ടെ. ഇത് ഞാൻ ജസ്റ്റ് നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ കുറിച്ച് ചെയ്യിപ്പിച്ചവിടെ വെച്ചാണ്. അപ്പൊ പ്രസന്റ് ടെൻസ് എന്താണ്, പാസ്റ്റ് ടെൻസ് എന്താണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് അറിയാം. ആ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ കീഴിൽ വരുന്ന വാക്കുകൾ അത് എവിടേക്കാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ അറിയാം. പ്രസന്റ് പാർട്ടിസിപ്പിളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു, അഡ്ജക്റ്റീവായിട്ടും വെർബായിട്ടും. ജെറണ്ട് വന്നു കഴിയുമ്പോൾ നമ്മളത് ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു, സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നൗൺ ആയിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ചാണ്. അതായത് നമ്മൾ പാർട്ടിസിപ്പിളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പാർട്ടിസിപ്പിളിനെ രണ്ടായിട്ട് വിഭജിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നിനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും രണ്ടാമത്തേനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നും പറയുമെന്ന് പറഞ്ഞു. അതിൽ പ്രസന്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ചുള്ളത് ജെറണ്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ചാണ്. അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് നമ്മളിവിടെ എഴുതി വെച്ചു. പ്രസന്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്. ഒരു ക്രിയയുടെ, ഒരു വെർബിന്റെ V3 മൂന്നാമത്തെ ഫോമിന് പ്രസന്റ് ടെൻസിന് V1 എന്ന് പറയാം, പാസ്റ്റ് ടെൻസിന് V2 എന്ന് പറയാം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ത് പറയാം, V3 എന്ന് പറയാം. അപ്പൊ ആ മൂന്നാമത്തെ ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഞാൻ ഇനി ചോദിക്കട്ടെ. ആദ്യം നമ്മൾ എഴുതിയ വാക്ക് ലുക്കാണ്. ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നോക്കുക. അതിന്റെ പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം ലുക്ഡ്, നോക്കി. പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം പറയും. നിങ്ങളൊക്കെ നല്ല കൃത്യമായിട്ട് അഭിപ്രായം പറയുന്ന ആളുകളല്ലേ? കൃത്യമായിട്ട് പറഞ്ഞു. നോക്കുന്നാണോ സാറ്? നോക്കുന്ന. ഓക്കെ, ഷീജന അഭിപ്രായം നിൽക്കട്ടെ. അതാണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ആരും മിണ്ടൂല. ഓക്കെ, ബാക്കിയുള്ളവർക്ക് പറയട്ടെ. എന്ത് പറയണ ജസ്റ്റ്? നോക്കിക്കൊണ്ടിരിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കും. യെസ്. ഇനി അപ്പോ നിങ്ങളിതിന് പുതിയ അർത്ഥങ്ങളൊന്നും സൃഷ്ടിക്കേണ്ട. അത് നമുക്കൊരു അർത്ഥം പറയാൻ പറ്റില്ല. കാരണം അതിന്റെ കൂടെ വേറെ കുറച്ച് ഓക്സിലറി വെർബ് കൂടി വന്ന് ചേരുമ്പോഴാണ് നമുക്ക് അതിന്റെ അർത്ഥം പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തൽക്കാലം അതിന്റെ അർത്ഥം പറയാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഇംഗ്ലീഷില് ഒരു ഇത് മനസ്സിലാക്കി നോക്കി. 12 ഈ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും വെച്ചിട്ട് 12 ടെൻസ് നമുക്ക് ഉണ്ടാകും. ടെൻസിന്റെ ഫോം. ഒന്നിനെ പറയുന്ന പേരാണ് സിമ്പിൾ പ്രസന്റ്, അടുത്ത സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ 12 ടെൻസ് നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് റെഡിയാക്കാം. 12 ടെൻസ്. അതിൽ ഒരു പ്രത്യേക 3 ടെൻസ് ഉപയോഗിക്കുമ്പോൾ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാം. ഈ 12 എണ്ണത്തിൽ 3 ടെൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൂടെ കയറി വരുന്ന വേർഡാണ് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ ഈ പറഞ്ഞ 12 എണ്ണത്തില് ഏതൊക്കെയാണ് ആ 3 ടെൻസ് എന്ന് പറയാമോ? ഞാൻ ഒന്നുകൂടി പറയാം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ 12 എണ്ണത്തിൽ 3 എണ്ണത്തിന്റെ കൂടെയാണ് ഈ പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ വാക്ക് കയറി അവിടെയുള്ള വേർഡുകൾ കയറി വരുള്ളൂ. അത് ഇതിന്റെ കൂടെ ഏത് ടെൻസാണെന്ന് പറയാമോ? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, ആ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. കറക്റ്റ് ആണ്. well done, ഷീജ, well done. താങ്ക് യു സർ.
ഓക്കെ ഓക്കെ വെൽ കറക്റ്റ് ആൻസർ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. വെറുതെ ഞാൻ ആരും പറയില്ല എന്ന് ചിന്തിച്ചു. എന്റെ അറിവില്ലായ്മ. ഓക്കെ ഓക്കെ. അപ്പോ ഷീജ ഇത് പറഞ്ഞപ്പോ ഇത് തന്നെയാണ് ഞാനും മനസ്സിൽ വിചാരിച്ചത് എന്ന അഭിപ്രായമുള്ള ആരൊക്കെയുണ്ട്? ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എന്റെ മനസ്സിലും അത് തന്നെയാണ് വന്നത് എന്ന അഭിപ്രായമുള്ള എല്ലാവരും അങ്ങനെ അഭിപ്രായമുള്ളവരാണ്. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഷീജ പറഞ്ഞ കറക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഈ 3 ടെൻസിന്റെ കൂടെയാണ് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരികയുള്ളൂ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഈ 3 ടെൻസിന്റെ കൂടെയാണ്. അപ്പൊ നമ്മൾ ഇനി അറിയാൻ പോകുന്നത് എന്താണ് പ്രസന്റ് പെർഫെക്റ്റ്, എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ്, എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്, എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക, അതൊന്നും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇതേ നമ്മളൊരു ഇൻട്രസ്റ്റ് എടുത്ത് ഗ്രാമർ പഠിക്കാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര രസമായിരിക്കും. പക്ഷെ എന്താ കുഴപ്പം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തുടക്കത്തിലെ ഈ ഗ്രാമറിനോട് ചെറിയൊരു വിരക്തി നിങ്ങൾക്ക് തോന്നി തുടങ്ങി. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ ഇടക്ക് വെച്ച് പഠിക്കാല്ലേ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പഴയ ഒരു വിരക്തി തോന്നിയതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റെഡിയാക്കി പറ്റും. അതുകൊണ്ടാണ് നമുക്ക് ചെറിയൊരു മടി തോന്നുന്നത്. പക്ഷെ അത് നമ്മൾ രസകരമായിട്ട് ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. പല വിഷയങ്ങളും നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആ വിഷയത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല, അത് പഠിപ്പിച്ച ടീച്ചറിനോടുള്ള ഇഷ്ടം കൂടിയുണ്ട്. ശരിയല്ലേ? അപ്പൊ അന്ന് ഒരു പക്ഷേ ഗ്രാമർ പഠിപ്പിച്ചപ്പോ എന്ത് ചെയ്യും, ടീച്ചർമാർ പറഞ്ഞിട്ട് കാര്യമുണ്ട്. കാരണം വെച്ചാലേ ആ പറഞ്ഞ പീരീഡിനുള്ളിൽ അവർക്ക് തീർക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഇവിടെ ഈസ് വരുമ്പോൾ അവിടെ മാസ് ചേർത്താൽ മതി, അവിടെ ഇത് വരുമ്പോൾ ഇത് ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നമ്മളത് പഠിക്കും, നമുക്ക് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ അറിഞ്ഞു കിട്ടും. പക്ഷെ അവിടെ എന്തുകൊണ്ടാണ് ആ ഈസ് വന്നത് എന്ന് നമ്മൾ അറിയില്ല, അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് എന്തുകൊണ്ട് വാസ് വന്നില്ല. അപ്പൊ നമ്മൾ അതിന്റെ ഒരു നിയമം എന്താണെന്ന് പഠിക്കും. ഇത് ഇന്ന കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പറയും. അപ്പോ ഈ മഹാഭാരത കഥയിലൊക്കെ നമ്മൾ കാണുന്ന എല്ലാ കഥകളും ഞാൻ പറഞ്ഞു വരുമ്പോ അതിനൊക്കെ ഒരു ലോജിക്ക് പറയും. അതായത് അങ്ങനെ സംഭവിക്കാൻ കാരണം ഇന്നതുപോലെ സംഭവിച്ചത് കൊണ്ടാണ് എന്ന് പറയും. അപ്പോ അതിന് ഒരു കാരണങ്ങൾ ഉണ്ടാവും. അതുപോലെ നമുക്ക് എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നമ്മൾ കണ്ട് നമ്മളങ്ങനെ പഠിച്ചു കഴിഞ്ഞാല് സംഗതി ഓക്കെ. അപ്പൊ മഹാഭാരത കഥയിലോട്ട് പോകുന്നില്ല, നമ്മൾ വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വരും. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു വാചകം കാണുമ്പോൾ അത് പ്രസന്റ്, ഇതൊക്കെ എല്ലാം ഞാൻ പറയട്ടെ. ഇതിപ്പോ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ ഒക്കെ നമുക്ക് ഇനിയുള്ള ഗ്രാമറുകൾ വരുന്നതാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഈ ഒരു സംഗതി മനസ്സിലാവാൻ വേണ്ടിയിട്ട് നേരത്തെ ഷീജ പറഞ്ഞ പോലെ ആ 3 ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, അതെങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് ഞാനൊന്ന് പറയാം. അപ്പോ നിങ്ങൾ ഒരു ഹെഡിങ് എഴുതുക, പ്രസന്റ് പെർഫെക്റ്റ്, PRESENT, പ്രസന്റ് PERFECT, പ്രസന്റ് പെർഫെക്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. പ്രസന്റ് പെർഫെക്റ്റ്, അതിന്റെ അടിയിൽ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് എഴുതിയേക്കുന്നതിന്റെ അടിയിൽ സബ്ജക്റ്റ് പ്ലസ് എസ് വെറുതെ എസ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഒരു ഹാസ് ഇട, ഒരു വര വരക്ക, ഹാവ്, ഹാസ് ഓർ ഹാവ്, പ്ലസ് ഇട, വി, വെർബ് എന്നുള്ളതിൽ വി ഇട, വി, ബ്രാക്കറ്റിൽ PP എന്നിട. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ള ഞാൻ ചുരുക്കി പറഞ്ഞതാണ് PP. ഞാനിപ്പോ പറഞ്ഞത് ഒന്നുകൂടി പറയാം. എസ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വി ബ്രാക്കറ്റിലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ PP. സബ്ജക്റ്റ് എഴുതുക ആണ് എസ്. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഹാസ് എഴുതുക അല്ലെങ്കിൽ ഹാവ് എഴുതുക. പിന്നെ വെർബ് എഴുതുക. ആ വെർബിന്റെ എന്ത് ഉപയോഗിക്കണം? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണം. അതിനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അതിന്റെ അടിയിൽ അടുത്ത ഹെഡിങ് ഏത്? പാസ്റ്റ് പെർഫെക്റ്റ്, PAST, പാസ്റ്റ് പെർഫെക്റ്റ്, PERFECT, പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യുക. അതിന്റെ താഴെ എഴുതുക എസ് പ്ലസ് ഹാഡ് പ്ലസ് HAD, ഹാഡ് പ്ലസ് വി, വെർബ് എന്നുള്ളതിന്റെ വി,
ബ്രാക്കറ്റിൽ PP എന്നിട PP പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ ഷോർട്ട് ഫോം PP. അപ്പൊ ഞാൻ പറയാം സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കണ്ട. അത് അങ്ങനെ എഴുത്. സബ്ജക്റ്റും ഹാഡും വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, ഈ അടുത്ത് എഴുതുക ഫ്യൂച്ചർ പെർഫെക്റ്റ്. FUTURE ഫ്യൂച്ചർ പെർഫെക്റ്റ്. PERFECT പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. ആ ഫ്യൂച്ചർ പെർഫെക്റ്റിന് എഴുതിയിട്ട് അതിന്റെ താഴെ എഴുതുക S പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ. വില്ല് WILL വിൽ ഒരു സ്ലാഷ് വരച്ചിട്ട് ഷാൽ. വിൽ അല്ലെങ്കിൽ ഷാല്, വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് HAVE ഹാവ് പ്ലസ് വി വെർബ് എന്നുള്ളതിന്റെ വി ബ്രാക്കറ്റില് PP എന്നാണ്. PP പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പൊ ഞാനൊന്നുകൂടി പറയാം. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് പ്ലസ് ഹാവ്, അത് കഴിഞ്ഞിട്ട് ഹാവ് ഉപയോഗിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതണം. അങ്ങനെ വരുന്ന വാചകങ്ങളെയാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് ക്രോഡീകരിച്ച് വേഗം പറയാം. പ്രസന്റ് പെർഫെക്റ്റിനെ കൂടി, പാസ്റ്റ് പെർഫെക്റ്റിനെ കൂടി, ഫ്യൂച്ചർ പെർഫെക്റ്റിനെ കൂടി, 3 ടെൻസിനെ കൂടിയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉപയോഗിച്ചാൽ അതിന്റെ പ്രസന്റ് പെർഫെക്റ്റ് എന്നും, സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഹാഡ് ഉപയോഗിച്ചതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് എന്നും, സബ്ജക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാല് അത് കഴിഞ്ഞതിന് ശേഷം ഹാവ് അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളുമാണ് ഉപയോഗിക്കുന്നതിനെ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിടികിട്ടിയല്ലോ? ഷീജ ഒന്ന് പറഞ്ഞു. പെർഫെക്റ്റ് ഒന്ന് പറയാവോ? എന്തോ? പ്രസന്റ് പെർഫെക്റ്റ് ഒന്നുകൂടെ പറയാവോ? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ്. ഹാസ് ഒരു സ്ലാഷ് ഹാവ്, ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്നാണ് കേട്ടോ, ഏതെങ്കിലും ഒന്ന് ഹാവ്. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഒന്ന് ഷീജ ഒന്ന് വേഗം ഒന്ന് പറഞ്ഞ 3 ടെൻസിന്റെ ഫോം സ്ട്രക്ചർ ഒന്ന് പറഞ്ഞ. Okay, sir. Present perfect tense, subject plus has or have plus verb past participle form. Verb 3. Past perfect tense, subject plus had plus verb in the past participle. Okay. Future perfect tense, subject plus will or shall plus have plus V3. Okay. V3 or past participle. V3 എന്ന് പറഞ്ഞാലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാലും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ ഒപ്പം നിൽക്കുക. അതായത് ഞാനൊരു വാചകം, നമ്മൾ ആദ്യം പ്രസന്റ് പെർഫെക്റ്റ് ആയ ഒരു സെന്റൻസ് പറയാൻ പോയിട്ടുണ്ട്. ഓക്കെ, ഒരു സബ്ജക്റ്റ് പറഞ്ഞേ. പോയാ? യെസ്, എന്നാ പിന്നെ വേറെ പറഞ്ഞു. ഷീജ പറഞ്ഞു. സബ്ജക്റ്റ് പറഞ്ഞേ, ഏതെങ്കിലും സബ്ജക്റ്റ്. ഷീ. നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ് പറയണത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ് പറയുന്നത്. സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഷീ സബ്ജക്റ്റ് പറഞ്ഞു ഷീ. ഷീയുടെ കൂടെ ഹാസ് ഒരു ഹാവ് ഒരു ഹാസ്. അപ്പൊ ഷീ ഹാസ്. ഇനി ഏതെങ്കിലും വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറഞ്ഞേ. ഷീ ഹാസ് സ്ലെപ്റ്റ്. ഓക്കെ, ഷീ ഹാസ് സ്ലീപ്പ്. സ്ലെപ്റ്റ് ആണ്. ഷീ ഹാസ് സ്ലെപ്റ്റ്. ഓക്കെ, ഇനി അടുത്തൊരാള് നിസിയ. ഇവരെ ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ. ഓക്കെ, എന്നാ സബിക എന്ന് പറഞ്ഞു. പ്രസന്റ് പെർഫെക്റ്റിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഹീ വേണ്ട, നമുക്ക് മാറ്റി പിടിക്കും. ഹീ നേരത്തെ ഹീ ഷീയും വന്നതല്ലേ. ഐ ഹാവ്. ഓക്കെ, ഐ കഴിഞ്ഞു. അപ്പൊ ഐ സബ്ജക്റ്റ് കഴിഞ്ഞു.
ഇനി ഹാസ് അല്ലെങ്കിൽ ഹാവില് ഹാവ് ആയി ഹാവ് ഓക്കെ. I have looked. ഓക്കെ ഐ ഹാവ് ലുക്ഡ്. ഐ ഹാവ് ലുക്ഡ് ശരിയാണ്. ലുക്ക് എന്നുള്ളതിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇനി സബിയ എന്റെ ഒരു സംശയം കൊണ്ട് ചോദിക്കുകയാണ്. ഞാനൊരു വാചകം പറയാം, അത് ശരിയാവും നോക്കണേ. ഐ ഹാവ് എ കൗ എന്ന് പറഞ്ഞ് ശരിയാവും? No, sir. പ്രസന്റ് പെർഫെക്റ്റ് ആവൂ? ഐ ഹാവ് എ കൗ എന്തുകൊണ്ടാവൂല? Verbalല്ലോ cow. വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് പറയേണ്ടത്. ഹാവ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുകയാണ്. ഇവിടെ ഹാവ് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിച്ചേക്കുന്ന വെർബിന്റെ പാസ്റ്റ് എ കൗ എന്ന് പറഞ്ഞേക്കുന്നത് അതൊരു പേരാണ്, നൗൺ ആണ്. അപ്പൊ അത് എന്താവില്ല? പ്രസന്റ് പെർഫെക്റ്റ് ആവില്ല. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഹാവ് കണ്ടാൽ ഉടനെയൊക്കെ പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് അല്ല പ്രസന്റ് പെർഫെക്റ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഹാവ് മാത്രം കണ്ടാൽ പോരാ, അതിന്റെ അപ്പുറത്ത് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് പ്രസന്റ് പെർഫെക്റ്റ് ആവുള്ളൂ. ഇനി വേറെ ആർക്കെങ്കിലും അടുത്തൊരു എക്സാമ്പിൾ ഉണ്ട്? ജസ്ന, എല്ലാവരും പോയാ? ആരും ഒറ്റപ്പാടൊന്നും കേൾക്കാനില്ല. ഇവിടെ എന്ത് കൂലങ്കുഷമായ ആലോചനയിലാണ് എക്സാമ്പിളിന്. ഉറക്കെ പറയും. ഒരു മിനിറ്റ് സാറേ, ഒന്ന് പറയാൻ ഞാൻ അടുത്ത് ആലോചിച്ചിട്ട് പറയാം. ഓക്കെ 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 ശരി. ഭാവന എന്ന് പറഞ്ഞേ. സാർ ആലോചിക്കുക. ഓക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യാം. ഒരു സബ്ജക്റ്റ് പറ, ഒരു സബ്ജക്റ്റ് പറ. ആലോചനക്ക് എന്റെ കൂടെ വന്നോളും. ഒരു സബ്ജക്റ്റ്, ഇഷ്ടമുള്ള സബ്ജക്റ്റ്. ഐ വി യു ദേ ഇതൊക്കെ അല്ലേ? വോയിസ് എന്തെങ്കിലും പറ, ഒരു സബ്ജക്റ്റ് പറ. ഇപ്പൊ ഞാനിപ്പോ പറയും ബോയ്സ്, ബോയ്സ് എന്ന് പറയും. ബോയ്സ് കേട്ടാ, ബോയ്സ് എന്ന് പറയും. സബ്ജക്റ്റ് ബോയ്സ് ആണ്. അപ്പൊ ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ് വരും, ഹാവ് വരും. ബോയ്സ് ബോയ് ആണെങ്കിൽ വരുള്ളൂ. അപ്പൊ ഓക്കെ ഓക്കെ ബോയ്സ് എന്ന് പറയുമ്പോ ഹാവ് വന്നു. അപ്പൊ ബോയ്സ് ഹാവ്. ഇനി ഞാൻ തന്നെ പറയുന്ന ഒരു വേർഡ് പ്ലേ, കളിക്കുക. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എടുത്തേ Played. പ്ലേഡ്. കേട്ടാ, ബോയ്സ് ഹാവ് പ്ലേഡ്. ഇനി വേണമെങ്കിൽ അവര് കളിച്ച കളിയുടെ പേര് കൂടി പറയണം. നമുക്ക് ക്രിക്കറ്റ് എന്ന് പറയണം. അപ്പൊ നോക്കി, ബോയ്സ് ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്. കണ്ടാ, ബോയ്സ് ഹാവ് പ്ലേഡ് എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ഒന്നും കൂടി ആ സെന്റൻസ് അങ്ങനെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ക്രിക്കറ്റോട് ചേർത്തത്. ബോയ്സ് ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്. കിട്ടിയോ? യെസ്. അപ്പൊ നമ്മൾ ഇതേപോലെ പ്രസന്റ് പെർഫെക്റ്റ് നിങ്ങൾ ഉണ്ടാക്കുന്നു. ഇനി നമ്മൾ രണ്ടാമത്തിലോട്ട് വരണം, പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് വരണം. പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ ഷീജ, ഒരു പാസ്റ്റ് പെർഫെക്റ്റിന്റെ എക്സാമ്പിൾ പറഞ്ഞേ. ബാക്കിയുള്ളവരേക്ക് വരുന്നില്ല, അത് ഷീജനെ തന്നെ വിളിക്കണേ. ഓക്കെ. I had broken. ഓക്കെ, ഐ സബ്ജക്റ്റ് ആണ്. കണ്ട, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഐ സബ്ജക്റ്റ്, ഹാഡ്. ബ്രേക്ക് എന്നുള്ളൊരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ബ്രോക്കൺ. ഐ ഹാഡ് ബ്രോക്കൺ. യെസ്. ഇനി ഞാനിത് നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് വിട്ടു തരുന്നു. 15 പേരുണ്ട്. ആർക്കെങ്കിലും പറയാം പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ അടുത്ത എക്സാമ്പിൾ, പാസ്റ്റ് പെർഫെക്റ്റിന്റെ അടുത്ത എക്സാമ്പിൾ. സബ്ജക്റ്റ് ഉണ്ടാവണം, ഹാഡ് ഉണ്ടാവണം, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടാവണം. ായി നല്ല ശബ്ദമുള്ള. യെസ്, ഇത് കുറെ പേരൊക്കെ കാണുന്നുണ്ട്. റോമിയ കെ റോയ്. സാർ ആലോചിക്കുന്നേ ഉള്ളൂ. യെസ്, ഒന്ന് ആലോചിക്കാം. ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. എന്നാലും എനിക്കും പറയാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങളൊന്ന് റിയാക്ട് ചെയ്യുമ്പോഴല്ലേ. അല്ലെ, പണ്ട് ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഒരു സാർ പറഞ്ഞൊരു വാചകം ഓർമ്മയുണ്ട്. നിങ്ങൾ പഠിക്കണ്ട, പഠിക്കുന്ന പോലെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കും എന്ന് പറയും. ക്ലാസ്സിൽ കോളേജിലെ ഒരു സാറ് പറഞ്ഞാൽ
ഒന്ന് അറ്റൻറ്റീവായിട്ട് ഇരിക്കുക. അപ്പൊ എനിക്ക് പഠിപ്പിക്കാനൊരു താല്പര്യം ഉണ്ടാവുമല്ലോ. വളരെ ശ്രദ്ധിച്ചിരിക്കുന്ന പോലെ ഒന്ന് അഭിനയിച്ചിരിക്കാൻ പറയും എന്ന് പറഞ്ഞ പോലെ ഇടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കും പറയും. അപ്പൊ എനിക്കപ്പോ എന്ത് ചെയ്യും, പറയാനായിട്ട് കുറച്ചുകൂടി കൂടുതൽ ഇൻട്രസ്റ്റ് വരും. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുമ്പോൾ അവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല, വീണ്ടും അവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം ചിന്തിക്കേണ്ടി. അപ്പൊ അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങളൊന്ന് പറയാ. ആൽഫ കെ ജേക്കബ് പറയാമോ? ശരിയാണോ അറിയില്ല, ട്രൈ ചെയ്യാം. അതാണ് നമുക്ക് വേണ്ടത്. ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. പറഞ്ഞു സബ്ജക്ട്. യു ഹാഡ് ആ, ടേക്കൺ. വെരി ഗുഡ്. ഇനി ആ ടേക്കുന്നവരെടുത്തു ഒരു സാധനം എടുത്തു, അതുകൂടി ഒന്ന് പറഞ്ഞു. എന്തെടുത്തു? എ ബുക്ക്. വെരി ഗുഡ്. യു ഹാഡ് ടേക്കൺ എ ബുക്ക്. വെരി ഗുഡ്. ഇതാണോ അറിയാൻ പാടില്ലാതെ? പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. She had studied English. She had studied. വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ്, കറക്റ്റ്. സബ്ജക്റ്റ് ഉണ്ടാവണം, ഹാഡ് ഉണ്ടാവണം. ലിൻഡ, ഓ നേരത്തെ ഞാൻ വിളിച്ചിട്ട് വന്നില്ല, ഇപ്പൊ റെഡി ആയി. ഓക്കെ, പറഞ്ഞു. Manu had finished the story. ഒന്നിന് പറഞ്ഞേ. Manu had finished the story. Finished the story. I had finished എന്നാണ് പറഞ്ഞത്. ഞാൻ പേരാ ഉദ്ദേശിച്ച, സബ്ജക്ട് പേര് മനു. ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ ആയി. മനു ഹാഡ് ഫിനിഷ്ഡ് ദ സ്റ്റോറി. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. ഇനി വേറെ ആർക്കെങ്കിലും? I had sent some money. ആ സെന്റ് എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് എന്തായിരിക്കും? SENT. ടി. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, ടി ആയിരിക്കണം, ഡി ആവരുത്, ടി ആവണം. ഐ ഹാഡ് സെന്റ് സം മണി. ഓക്കെ, അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് എങ്ങനെയാണ് ഇതിൻ്റെന്ന് മനസ്സിലായി. ഇനി അടുത്തത് നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റിലേക്ക് വരാം. ഫ്യൂച്ചർ പെർഫെക്റ്റ്. അപ്പൊ അങ്ങോട്ടൊന്ന് നോക്കി. സബ്ജക്റ്റ് വേണം, വിൽ അല്ലെങ്കിൽ ഷാല് വേണം. വില്ലോ ഷാ ഇഷ്ടമുള്ളത് എങ്ങൊന്ന്. അത് കഴിഞ്ഞതിന് ശേഷം ഹാവ്, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ആദ്യത്തെ ഒരു എക്സാമ്പിൾ ഞാൻ തന്നെ പറയുന്നത്. ഐ സബ്ജക്റ്റ് പറഞ്ഞു, ഷാൽ ഉപയോഗിച്ചു, ഹാവ്, ഐ ഷാൽ ഹാവ്. പിന്നെ ഒരു വെർബിന്റെ പാർട്ടിസിപ്പിൾ, ഐ ഷാൽ ഹാവ് മിസ്റ്റേക്കൺ. മിസ്റ്റേക്ക്, മിസ്റ്റേക്ക്, മിസ്റ്റേക്കൺ. ഐ ഷാൽ ഹാവ് മിസ്റ്റേക്കൺ യു. നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. യെസ്, ഷീജ പറയൂ. സബ്ജക്റ്റ് പ്ലസ് നമുക്ക് വില്ല് ഉപയോഗിക്കാൻ പറ്റില്ല സർ. ഒന്നിട്ട് പറഞ്ഞേ. നമുക്ക് വില്ല് ഉപയോഗിക്കാൻ പറ്റില്ലേ? ഉപയോഗിക്കാം. ഓക്കെ ഓക്കെ. വില്ലോ ഷാൽ പറയട്ടെ സർ. പറഞ്ഞോളൂ. I will have finished my work. ഓക്കെ, ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. ശരിയാണോ? കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, Thank you, sir. പറഞ്ഞോളൂ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ഇനി ഓരോരുത്തർ പറഞ്ഞോളൂ ഓരോ വാചകം. സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് പ്ലസ് ഹാവ് പ്ലസ് വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. He will have a class tomorrow. റോമിയ ഒന്നുകൂടി പറഞ്ഞ് ക്ലിയർ ആയില്ല. He will have a class tomorrow. അപ്പൊ അവിടെ ചെറിയൊരു പ്രോബ്ലം നോക്കിയേ. ഷീ വിൽ ഹാവ് ക്ലാസ്. അത് ഏത് ടെൻസ്? നേരത്തെ ഞാൻ സബീനോട് പറഞ്ഞപ്പോ ഐ ഹാവ് എ കൗ എന്ന് പറഞ്ഞില്ലേ? ആ കൗ എന്നുള്ളൊരു പകരം കയറി വന്നിരിക്കുന്ന വാക്കായി പോയി ക്ലാസ്. ചേർത്തുകൊണ്ടാണോ സാറേ? എ വന്നതുകൊണ്ടാണോ? അല്ല. ഇപ്പൊ റോമിയ പറഞ്ഞ വാചകത്തില് ഒന്നുകൂടി പറഞ്ഞ He will have a class tomorrow. ഷീ വിൽ ഹാവ്. അത്ര സബ്ജക്റ്റ് കഴിഞ്ഞു, വില്ല് അല്ലെങ്കിൽ ഷാലില്ല, വില്ല് കഴിഞ്ഞു, ഹാവ് കഴിഞ്ഞു. പിന്നെ പറയേണ്ടത് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. പിന്നെ പറയേണ്ടത് അത് വന്നില്ല. അതാണ് എൻ്റെ ഒരു മിസ്റ്റേക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു കംപ്ലീറ്റ്, ഷീ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ ക്ലാസ് ടുമോറോ എന്നാട്ടോ. അപ്പൊ ശരിയാണ്. അപ്പൊ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, ആദ്യം പറഞ്ഞത് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടായില്ല. ജസ്റ്റ് പറഞ്ഞോളൂ.
I will ശരിയെന്നാ ഇവിടെ I will have cleaned my clothes. അല്ലെങ്കിൽ washed my clothes. Okay. I will have washed my clothes. Wash എന്നുള്ളതിന്റെ past participle wash. Okay, correct ആണ്. തെറ്റൊന്നുമില്ല, കൃത്യമാണ്. Okay. ഇനി ആർക്കെങ്കിലും We will have written a letter. Okay. They will have a letter. ഒരു മിനിറ്റ് ലിസിയ പറഞ്ഞ they will have അല്ല will അല്ലെങ്കിൽ shall have write എന്നുള്ളൊരു past participle. Write, wrote, written a letter. Okay, രാഗി പറഞ്ഞോളൂ. We will have written a letter. ഒന്നൊന്ന് മാറ്റി പിടിച്ച് ലിസിയ പറഞ്ഞ ലെറ്റർ ആയിരുന്നു, ഒന്ന് മാറ്റിയേ. We will have yes. ആരാ പറയുന്നത്? ലിസിയ പറ. They will have traveled Tamil Nadu. They will have traveled. അവരൊരു പ്രിപ്പോസിഷൻ ചേർത്തു ടു തമിഴ്നാട്. നമ്മളൊരു ടു എന്നൊക്കെ പറഞ്ഞ പ്രിപ്പോസിഷൻ നോക്കിയതല്ല അന്ന്. അപ്പൊ തമിഴ്നാട്ടിലേക്ക് they will have traveled to തമിഴ്നാട്. ഓക്കെ രാഗി, വേറെ പോലെ കിട്ടിയോ? Boys will have played tennis. Very good. Boys will have played tennis. Okay. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഈ 3 ടെൻസ്. ഇത് കൂടാണ്ട് നമുക്ക് വേറെ സ്ഥലത്ത് കൂടി ഉപയോഗിക്കുന്നത് എവിടെയെന്ന് അറിയാമോ? പാസീവ് വോയിസ് എഴുതുമ്പോഴും ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ തന്നെ ഉപയോഗിക്കുള്ളൂ. അതായത് രാമൻ പാമ്പിനെ കൊന്നു, അത് നമുക്ക് പറയാം രാമ കിൽഡ് എ സ്നേക്ക്. അപ്പൊ ആദ്യം രാമൻ എഴുതി, പിന്നെ കൊന്നു എന്ന് എഴുതി, പിന്നെ പാമ്പ് എഴുതി. ഈ വാചകം മറിച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ, അതായത് പാമ്പ് എന്നുള്ള വാക്ക് ആദ്യം പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും? പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു എന്ന് പറയണം. അതാണ് പാസീവ് വോയിസ്. രാമൻ പാമ്പിനെ കൊന്നു, അതാണ് ശരി, അത് ആക്റ്റീവ് വോയിസ്. അതിന്റെ പാസീവ് വോയിസ് കർമ്മണി പ്രയോഗം, കർത്തരി പ്രയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടാവും. അത് പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. ആ സംഗതി പാസീവ് വോയിസ് പറയുമ്പോഴും ഈ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് എന്താണ് ജെറണ്ട് എന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ഇവിടെയാണ് ഉപയോഗിക്കേണ്ടത് പറഞ്ഞു. ഓക്കെ, ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. If you have any doubt, you can ask. സാർ, ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലെ വിൽ ഓർ ഷാള് പറഞ്ഞില്ലേ, അപ്പം അതിന്റെ കൂടെ വില്ലും ഷാളും ചേർക്കാലോ അല്ലേ? Will or shall രണ്ടിലെങ്കിലും ഒന്ന്. ഏതെങ്കിലും ഒന്ന് ചേർക്കുന്നതിൽ കുഴപ്പമില്ല അല്ലേ? ഷാള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഐയുടെ കൂടെയും ബിയുടെ കൂടെയുമാണ് ചേർക്കുക. അതിന് വേറെ കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ട് പോയില്ലെന്നേ ഉള്ളൂ. വിൽ ഓർ ഷാൽ, ഐ ഷാൽ. നമ്മൾ ഈ വോളിബോളൊക്കെ കളിക്കുമ്പോഴേ ഒരു ബോളിന്റെ അടുത്തേക്ക് 2-3 പേര് വരുമ്പോൾ ഒരാൾ ഐ ഷാൽ എന്ന് പറയും. ഐ ഷാൽ ടേക്ക് ദ ബോൾ. ഐ ഷാൽ അതിന്റെ തന്നെ പ്ലൂറല്, ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ, അതാണ് ഐയും ബിയും. അതിന്റെ കൂടെയാണ് സാധാരണ ഷാൽ ഉപയോഗിക്കുന്നത്. ഐ ഷാൽ, ബി ഷാൽ. ഓക്കെ. യെസ്. അപ്പോ ആർക്കും സംശയമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഇനിയൊന്ന് നിർത്താം. ഇനി സംശയം ചോദിച്ച് ഇനിയും പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അത് സംശയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവസാനിപ്പിക്കുമല്ലോ എന്ന് ചോദിച്ചിട്ടായിരിക്കും അല്ലേ? ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി. നിങ്ങൾക്ക് നോക്കിയിട്ട് സംശയം വരുന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം വരുമ്പോൾ ചോദിക്കുക. സോ ഇനി നമ്മൾ കാണുന്നത് ബുധനാഴ്ച ദിവസങ്ങളിലായിരിക്കും. ഓക്കെ, ഇനിയും ഇപ്പൊ ടീച്ചർ അവധിയായതുകൊണ്ട് ഞാൻ വന്നതാണ്. ഓക്കെ, അപ്പോൾ കാരണം നിങ്ങളുടെ ക്ലാസ് വേഗം കുറേ പെൻഡിങ് പഴയത് കിടക്കണമെന്ന് അത് തീർക്കാൻ വേണ്ടിയിട്ടാണ്. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ. ഓക്കെ. Thank you, sir. Thank you, sir. Good night, sir. Thank you, sir. Thank you, sir. Okay, bye.